ചേട്ടാ, 96 ദിവ്യശാലയം ഇവിടെ ആരംഭിക്കുമ്പോൾ ആദ്യ വർഷം തന്നെ 16 അംഗങ്ങൾ ഇവിടെ വന്നു. ചേട്ടാ പറയുമ്പോൾ യാതൊരു സൗകര്യവും ഇല്ല, ഒന്നുമില്ല, ബാത്റൂമില്ല, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇല്ല. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ KCBയിൽ നിന്ന് നമുക്ക് ലൈൻ കിട്ടി. നമ്മുടെ അയൽവക്കം നമുക്ക് വെള്ളത്തിനുള്ള പ്രൊവിഷൻ തന്നു. ഇപ്പം ഇന്ന് 300 മക്കൾ ഇവിടെ താമസിക്കുന്നു. ഇന്നും 300 മക്കൾക്ക് എന്നുള്ളത് 150 പേർക്കുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ, എനിക്കറിയാം. എങ്കിലും ആ പരിമിതമായ സാഹചര്യത്തിൽ നിന്നും എങ്ങനെയാണ് ഇത്ര ഇന്നത്തെ ഈ രീതിയിലേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് കടന്നു വരുന്നത്? അതിൻ്റെ ആ പിന്നിലെ ദൈവിക പരിപാലനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇക്കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് 2-3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, തൊടുപുഴയിൽ നമ്മുടെ സുഹൃത്തുക്കൾ, ദിവ്യശാലത്തിൻ്റെ മാനുഫാക്ചേഴ്സ് എന്ന് പറയാം, നമ്മുടെ സുഹൃത്തുക്കൾ ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ് ദിവ്യശാലത്തിന് ഒരു ആധുനികമായൊരു കെട്ടിട സമുച്ചയം വേണം എന്നുള്ളത്. എല്ലാ സൗകര്യത്തോടു കൂടി ഒരു കെട്ടിട സമുച്ചയം വേണം എന്നുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സ്വപ്നമാണ്. അത് റിയലൈസ് ചെയ്യാൻ ദൈവം ഉപയോഗിച്ചത് ഞങ്ങളുടെ കൂട്ടുകാരെയാണ്, ദിവ്യശാലത്തിൻ്റെ മാനുഫാക്ചേഴ്സിനെയാണ്. നമ്മുടെ ചെറുഷ്മ ജെയ്സൺ ചേട്ടൻ, ഒരു പീറ്റർ ചേട്ടൻ, പിന്നെ ഒരു സേവ്യർ സാറ്, കുന്നംകോട്ട് സേവ്യർ സാറ്, ഇവർ 3 പേരുമായിരുന്നു അതിൻ്റെ ഒരു മെയിനായിട്ട് ഇങ്ങനെ ഒരു ഈ അതിനു വേണ്ടി മാത്രം ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞൊരു പൈസ ഡൊണേറ്റ് ചെയ്യുന്നത് പീറ്റർ ചേട്ടനാണ്. അന്ന് 20,000 രൂപ പീറ്റർ ചേട്ടൻ ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞ് ദിവ്യശാലത്തിന് വേണ്ടി മാറ്റിവെച്ച്, അതുപോലെ ഇവരുടെ ബന്ധങ്ങളിൽ നിന്ന് എല്ലാം അവർ തന്നെ പൈസ കളക്ട് ചെയ്ത് 1000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിയാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് നമ്മളെ കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിച്ചു. അന്ന് ജോഷിയുടെ ഒരു താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ഒരു പ്ലാൻ അന്നെടുത്തത്. ഇത്രയും വിപുലമായ ഇത് 60 സെന്റ് ഉണ്ട് ഈ കെട്ടിടം. ഈ കെട്ടിടം മാത്രം 60 സെന്റ് സ്ഥലത്താണ് കിട്ടുന്നത്. അപ്പൊ അത്രയും സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പ്ലാന് നമ്മളന്ന് എടുത്തിട്ട് അതിന്റെ ഒരു മൂലയിൽ 1000 സ്ക്വയർ ഫീറ്റാണ് അന്ന് പണിയാൻ തുടങ്ങിയത്. ആ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിലെ മെയിൻ്റെനൻസിൽ നമ്മൾ ആ ഒരു പ്ലാൻ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ആദ്യത്തെ 1000 സ്ക്വയർ ഫീറ്റ് അവർ പണിത് വാർത്തു. അത് 97 ആരംഭത്തിലാണ്. അപ്പോൾ ആ സമയത്താണ് ഷാലോം ടൈംസ് നമ്മളെ കുറിച്ച് അറിയുന്നത്. ഷാലോം ടൈംസ് അതായത് ഷാലോം ശുശ്രൂഷകൾ. ബെന്നി സാറ് ദിവ്യശാലയം കാണാൻ വേണ്ടി ഇവിടെ വന്നു അന്ന്. അത് ദൈവത്തിന്റെ ഒരു ഇടപെടൽ. അതായത് എനിക്കിന്ന് 24 വയസ്സല്ലേ ഉള്ളൂ. ഞാനൊരു ഒന്നുമല്ല. ദിവ്യശാലയം എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷയുണ്ട് എന്ന് കേട്ട് ബെന്നി സാറ് ദിവ്യശാലയം കാണാൻ വേണ്ടി ഇവിടെ വരുവാണ്. അന്ന് ബെന്നി സാർ വന്ന് എന്നെ പരിചയപ്പെട്ടു. ഷാലോമിന്നാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷാലോം മാസ്റ്റർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ദൈവവിളിയെ കുറിച്ച് എനിക്ക് അറിയാം. അപ്പോൾ സാറിൻ്റെ എഡിറ്റോറിയലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ സാർ ഇവിടെ വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സാർ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് വന്ന ഷാലോം മാഗസിനിൽ ദിവ്യശാലത്തെക്കുറിച്ചൊരു 3 പേജ് ആർട്ടിക്കിള് സാറ് എഴുതുവാണ്. അത് സാർ എഴുതിയതാണ്, പക്ഷേ സാറിൻ്റെ പേരിലല്ല അത് എഴുതിയത്. ഉണ്ണി മർക്കോസ് എന്നുള്ളൊരു പേരിലാണ് സാറ് പേര് എഴുതിയത്. ഞാൻ ഇപ്പോഴും പേര് ഓർക്കുക. അത് സാറിന് തന്നെ പേരാ, ഉണ്ണി മർക്കോസ്. അങ്ങനെ സാറങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതി. അന്ന് ഷാലോം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേയും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഷാലോമിൻ്റെ ഒരു 3-4 വർഷമായിരിക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സംഭാവനകൾ വരാൻ തുടങ്ങി. അക്കൗണ്ട് കൊടുത്തു. കണക്കില്ലാത്ത സംഭാവനകൾ. അപ്പോൾ ഞാൻ ദാരിദ്ര്യം വ്രതമായിട്ടെടുത്ത് സ്വീകരിച്ച ഒരു മനുഷ്യനാണ്. ദാരിദ്ര്യാരൂപി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ദാരിദ്ര്യം എൻ്റെ വ്രതമായിട്ടെടുത്ത് ഞാൻ ശുശ്രൂഷ തുടങ്ങിയ ആളാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം ഞാൻ താത്തണത്. ഇവരെ എൻ്റെ നിലവാരത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം ഞാൻ താത്തണത്.
അങ്ങനെ ദാരിദ്ര്യാരൂപിൽ ജീവിക്കുന്ന സമയത്ത് ആണ് ഇതിനു മാത്രം പണം ദിവ്യക്ഷാത്തിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നതും ഓഫീസിൽ നമ്മൾ ദിവ്യക്ഷാത്തിൽ പൈസയായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഒട്ടനവധി പണം സത്യത്തിൽ എനിക്ക് ഭാരമായി. ഈ പണത്തിൻ്റെ വരവ് എനിക്കൊരു ഭാരമായി. അല്ല, അന്നേരം 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഓൾറെഡി കൂടുതൽ സൗകര്യമുള്ള പ്ലാൻ ആയില്ലായിരുന്നു. അതിലേക്ക് വരുന്നേ ഉള്ളൂ. ബിൽഡിംഗിലേക്ക് വരുന്നേ ഉള്ളൂ. 1000 സ്ക്വയർ ഫീറ്റ് ആണ് ബിൽഡിംഗിലേക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ, അതിന് മുമ്പാ ഈ സംഭവം. അപ്പൊ അതുകൊണ്ടാണ് അന്ന് ഈ ബിൽഡിങ്ങിന്റെ കാഴ്ചപ്പാടില്ലാത്തത്. അന്ന് കൂടുതൽ പണം നമ്മുടെ കയ്യിൽ വന്നപ്പോൾ ഈ നാട്ടില് പാവപ്പെട്ട ആളുകൾക്ക് 3-4 പേർക്ക് നമ്മൾ വീട് വെച്ച് കൊടുത്ത് ആ പൈസ ഉപയോഗിച്ചു. ആ പൈസ നമ്മൾ തീർത്ത് കളയരുത്. അതിനുശേഷമാണ് ബിൽഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നതും നമ്മൾ ഈ ബിൽഡിങ്ങിലേക്ക് വരുന്നതും. അന്ന് നമുക്ക് അന്ന് ചെയ്തത് അവിവേകമാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവിവേകമായിട്ട് വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അന്ന് കിട്ടിയ ഒരു പ്രചോദനം അനുസരിച്ച് ഇവിടുത്തെ 2 സ്റ്റാഫിന് അന്ന് പരമണത് കൊടുത്തു. നിരവധി വീടുകളുടെ കേടുപാടുകൾ തീർത്ത് മെയിൻ്റെനൻസിന് വേണ്ടി കൊണ്ടുകൊടുത്തു. പുതിയ പരമണത് കൊടുത്തു. അങ്ങനെ ആ പൈസ നമ്മൾ ഉപയോഗിച്ചു നന്നായിട്ട്. അതിനുശേഷമാണ് ദിവ്യക്ഷാത്തിന്റെ ബിൽഡിംഗ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുന്നത്. അന്ന് ഞാൻ പറയാം 1000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ മേലുണ്ടായിരുന്നത്. പക്ഷെ നമ്മളന്ന് 35,000 സ്ക്വയർ ഫീറ്റ് ആണ് അന്ന് നമ്മുടെ ബഡ്ജറ്റ്. അതായത് ഒരു 12,000 സ്ക്വയർ ഫീറ്റ് വെച്ച് 3 അല്ല 36,000 സ്ക്വയർ ഫീറ്റ് ആണ്. പക്ഷെ നമ്മളത് പ്ലാൻ അറേഞ്ച് ചെയ്തപ്പോൾ ഇപ്പൊ നമുക്ക് 30,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഈ ഷാലോമിന്റെ അന്നത്തെ ആ ആർട്ടിക്കിള് കണ്ടമാനം നമ്മളെ സഹായിച്ചു. ആ പണം ദിവ്യക്ഷാത്തിന് ഒത്തിരി ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും അത് മറ്റ് പല രീതിയിലും മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടായിരുന്നവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അത് മാത്രമല്ല, ആ ഒരു ബന്ധം ഏതാണ്ട് ഒരു 10 വർഷത്തിലധികം ആ ഒരു ബന്ധം നമുക്ക് നിലനിന്നു. നമ്മുടെ ബെനിഫാക്ടേഴ്സ് ഈ നമ്മുടെ ഈ അഡ്രസ്സും കാര്യങ്ങളും സൂക്ഷിച്ചു വെച്ചവര് ഏകദേശം ഏതാണ്ട് 10 വർഷത്തോളം നമുക്ക് പൈസ അയച്ചു തരുന്ന ഒരു കാര്യമുണ്ടായി വർഷത്തിലൊരിക്കലൊക്കെ. അപ്പൊ അതൊരു അസാധാരണമായ ദൈവകൃപയാണ് ഷാലോമിലൂടെ ആ കാലത്തിൽ ദിവ്യക്ഷാത്തിന് കൈവന്നത്. ഷാലോം നമ്മുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ഈ ബെന്നി പുനത്ത് സാറിൻ്റെ ലൈഫ് തന്നെ എടുക്കുമ്പോൾ അദ്ദേഹം ഒരു ബാങ്ക് മാനേജറായിരുന്നു. ജോലി ഉപേക്ഷിച്ച് പരിശുദ്ധമ്മന്റെ പ്രചോദനത്താൽ തുടങ്ങിയതാണല്ലോ ടൈംസും പിന്നെ സൺഡേ ശാലവും ഇപ്പോഴത്തെ TV ഒക്കെ. അപ്പോൾ പരിശുദ്ധാത്മാവൻ നമ്മുടെ ദിവ്യക്ഷാലത്തിന് വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിച്ചു. അതാണല്ലോ ടോമിച്ചേട്ടൻ പറയാതെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജ്വലനത്താൽ ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 97 ആണ് ഈ സംഭവം നടക്കുന്നത്. താങ്ക് ഗോഡ്.